ഹായ് ഫ്രണ്ട്സ്, രാവിലെ എണീറ്റ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല ഒരുമാതിരി മൂടിയ കാലാവസ്ഥ. ഇന്നും മിക്കവാറും മഴയായിരിക്കും. മൊത്തം കാർമേഘവും എന്താ പറയുക, ഒരുമാതിരി തന്നെ എടുക്കല് കിലോക്ക് ചെയ്യുന്നില്ല. ഇല്ല ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, മീൻകാരൻ വന്നു, നല്ല പിലോപ്പി കിട്ടി. അപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ പിലോപ്പി അങ്ങ് വാങ്ങാൻ, പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് പിലോപ്പി അങ്ങ് വാങ്ങി. അച്ഛൻ നല്ല വൃത്തിക്ക് കറി വെച്ചു. എൻ്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കുക്കാ, പൊക്കി പറയുന്നതല്ല. അപ്പോൾ നമുക്ക് അച്ഛനെ കൊണ്ട് എത്തിക്കാം. എന്തായാലും രാവിലെ വേറെ പണിയൊന്നുമില്ല. അങ്ങനെ മീനും വാങ്ങി നേരെ വന്ന് ചായ എല്ലാം കുടിച്ചിട്ട് വൃത്തിയാക്കാന്ന് വെച്ചു. ആദ്യം അച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാൻ വൃത്തിയാക്കാ ചായ ഇങ്ങനെ തന്നേന്ന് പറഞ്ഞു. നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു മീനല്ല ഗൈസ്, വൃത്തിയാക്കാൻ കുറച്ച് പാടാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ വൃത്തിയാക്കാന്ന് പറഞ്ഞു. ഡാഡി വൃത്തിയാക്കി തന്നു. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി നേരെ അടുക്കളയിലേക്ക് പോയി അച്ഛനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു തന്നു. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. പച്ച നാരങ്ങ ഞാൻ പിഴിയാന്ന് പറഞ്ഞു. അങ്ങനെ മസാലയിലേക്ക് നാരങ്ങയൊക്കെ പിഴുത് കൊടുത്ത് അങ്ങനെ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കണം. ഇതാക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ എന്നൊരു കാര്യം ചെയ്യ്, വെളുത്തുള്ളിയൊക്കെ പൊളിച്ചടിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വെളുത്തുള്ളിയൊക്കെ അടിച്ചെടുത്ത്, പിന്നെ അച്ഛൻ പറഞ്ഞു വാഴയില വേണം, നല്ലൊരു വാഴയില വെട്ടി. അങ്ങനെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവനെവിടെ നിൽക്കും. ഒന്നും നോക്കിയില്ല ഗൈസ്, അച്ചാരം പുച്ചാരം 4 വാഴയില. അങ്ങനെ 4 വാഴയിലയും വെട്ടി അകത്തേക്ക് പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, മസാലയാക്കുന്ന കണ്ടു പഠിച്ചോ, നാളെ നീ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് മസാലയൊക്കെ ആക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ അച്ഛൻ സത്യം പറയാലോ അടിപൊളിക്കാണ്. അങ്ങനെ വാഴയിലൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് ചട്ടിയിൽ വെച്ച് പൊള്ളിക്കാൻ വെച്ച് നല്ല മസാലയൊക്കെ വെച്ചിട്ട് ആ മണം ഉണ്ടല്ലോ അടിപൊളിയാണ്. അങ്ങനെ സംഭവമായി തുറന്നു നോക്കിയപ്പോൾ എൻ്റെ മോനെ അടിപൊളി സാധനം.